ഓക്കെ ഓക്കെ, ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. യൂണോ യൂസ് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതായത് ഇത് ജസ്റ്റ് ബേസിക് ആണ്. അതായത് ഇതൊരു ഡിജിറ്റൽ സെൻസർ തന്നെയാണ്. നമ്മൾ എന്താ പറയാ, നമ്മുടെ ഹീറ്റ് സെൻസറും അതായത് നമ്മുടെ എൻ ഡി സി മൊഡ്യൂളും എൽ ഡി ആറും ഒക്കെ ഇന്റർഫേസ് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ നമ്മൾ ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇതിന് ബേസിക്കലി 3 പിന്നാണുള്ളത്. അതാ വി സി സി, ഗ്രൗണ്ട്, സിഗ്നൽ. ഓക്കെ, വി സി സി അതായത് ഇത് വി സി സി ആണ്, നടുക്കത്തെ ഗ്രൗണ്ട് ആണ്, ഏറ്റവും റൈറ്റിലുള്ളത് സിഗ്നൽ പിന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിജിറ്റൽ പിന്നിലേക്ക് അങ്ങ് കണക്ട് ചെയ്താൽ മതി. പിന്നെ വി സി സി 5 വോൾട്ടോ 3 വോൾട്ടോ ഏതാന്ന് വെച്ചാൽ കൊടുക്കുക. ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും കണക്ട് ചെയ്തു, ഞാനും കണക്ട് ചെയ്യാം. ആർക്കെങ്കിലും കണക്ഷൻ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ചെയ്തു തരാം. ഞാനിപ്പോ കണക്ഷൻ പറയാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസമായില്ല, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കണക്ട് ചെയ്തോ എല്ലാവരും? ഓക്കെ ഓക്കെ, കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ കണക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ ഇങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പിൻ, അതായത് ഞാനിപ്പോ കണക്ട് ചെയ്തേക്കുന്നതിൽ ഏറ്റവും ലെഫ്റ്റിലുള്ളത് ഔട്ട് പിന്നാണ്, അതായത് മൈക്രോ കൺട്രോളറിലേക്ക് സിഗ്നൽ കൊടുക്കുന്ന പിന്നാണ്. അതേപോലെ തന്നെ സെന്ററിലുള്ളത് ഗ്രൗണ്ട് പിന്നും. പിന്നെ ഏറ്റവും റൈറ്റ്, അതായത് ഈ ലൈറ്റ് കത്തി നിൽക്കുന്ന ഈ ഭാഗത്തുള്ള പിന്നെ വി സി സി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ വി സി സി 5 വോൾട്ടിലേക്കും ഗ്രൗണ്ടിലേക്കും പിന്നെ ഔട്ട് പിന്ന് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത് ഡിജിറ്റൽ പിൻ 7ലേക്കുമാണ്. ഓക്കെ, അപ്പോ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവർ ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും എന്റെ സ്ക്രീൻ കാണാവോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ സെൻസർ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കില്ല ഏകദേശം എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയും ദിവസം നമ്മൾ ചെയ്ത ഡിജിറ്റൽ സെൻസർ ഇന്റർഫേസ് ചെയ്യുന്നത് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തേക്കുന്നത് ഡിജിറ്റൽ പിൻ 7ലേക്കാണ്. അപ്പൊ ഞാൻ ആ പിൻ ഒന്ന് ഡിഫൈൻ ചെയ്യുക. ഹാഷ് ഡിഫൈൻ പ്രോക്സിമിറ്റി. ഓക്കെ, പ്രോക്സിമിറ്റി 7.
പ്രോക്സിമിറ്റി 7. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ സെൻസർ ആയിട്ടാണ് പ്രോക്സിമിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഇൻപുട്ട് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പിൻ മോഡ് പ്രോക്സിമിറ്റി കോമ ഇൻപുട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻപുട്ട് ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ. അപ്പൊ കണക്ട് ചെയ്തു. ഓക്കെ. നമുക്കപ്പോ ഇതിന്റെ ഔട്ട്പുട്ട് ആദ്യം നമുക്ക് നോക്കണം. ഇത് ഹൈ ആണോ ലോ ആണോ ഈ സെൻസർ സെൻസ് ചെയ്യുമ്പോൾ തരുന്നുള്ളത് നോക്കണം. അപ്പൊ നമ്മൾ സീരിയൽ മോണിറ്ററിലാണ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സീരിയൽ മോണിറ്റർ കൂടെ എനേബിൾ ചെയ്യണം. സീരിയൽ ഡോട്ട് ബിഗിൻ. ഓക്കെ. ബോർഡ് റേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് 9600 ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്തു. ഓക്കെ. പ്രോക്സിമിറ്റി ഓക്കെ. ഇൻപുട്ട് ആക്കി സെറ്റ് ചെയ്തു. സീരിയൽ മോണിറ്റർ എനേബിൾ ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമ്മുടെ ഈ ഒരു സെൻസറിന്റെ സ്റ്റേറ്റ് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്കൊരു ഒരു വേരിയബിൾ വേണം. ഓക്കെ. അപ്പൊ ഞാൻ അതിനെ ഒരു ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. ഇന്റ് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെയാണ് ഞാൻ ഡിഫൈൻ ചെയ്തത്. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് സെൻസറിന്റെ വാല്യൂ റീഡ് ചെയ്യണം. വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ? ചാറ്റ് ബോക്സിൽ എല്ലാവരും എന്ന് പറയാം. നമ്മൾ ഒരു സെൻസറിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ? എല്ലാരും പറ, നോക്കട്ടെ. ഇപ്പൊ ഈ മീറ്റിംഗില് 8 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോ പറ, റിപ്ലൈ വരട്ടെ. നമ്മളൊരു സെൻസറിൽ നിന്ന് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാ? ഓക്കെ. സമൃദ്ധ് ഡിജിറ്റൽ റീഡ്. ഓക്കെ. ഡിജിറ്റൽ റൈറ്റ് ഏബിൾ. ഡിജിറ്റൽ റൈറ്റ് അല്ല. ഡിജിറ്റൽ റൈറ്റ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ കൺട്രോളറിൽ നിന്ന് പുറത്തൊരു ഡിവൈസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ റൈറ്റ്. അതുകൊണ്ടാണ് അതിന് റൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതുക, അതായത് നമ്മൾ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ട് പുതിയൊരു ഡിവൈസ് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ടാണ് അതിന് റൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സാധനത്തിൽ നിന്നും ഡാറ്റ എടുക്കുക അല്ലെങ്കിൽ വായിക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റീഡ് എന്ന് പറയുന്നത്, ഡിജിറ്റൽ റീഡ്. ഓക്കെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ റീഡ് ആണ്. ഓക്കെ. ഡിജിറ്റൽ റീഡ്. ഡിജിറ്റൽ റീഡ് നമ്മുടെ പിന്നിന്റെ നമ്പർ 7 ആണ്. പക്ഷെ നമ്മൾ പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രോക്സിമിറ്റി. ഓക്കെ. പ്രോക്സിമിറ്റി കോമ പ്രോക്സിമിറ്റി. ഓക്കെ. അതായത് നമ്മൾ നമ്മുടെ പിന്നിൽ നിന്ന് റീഡ് ചെയ്തു. ഓക്കെ. പിന്നിൽ നിന്ന് റീഡ് ചെയ്ത വാല്യൂ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഡിജിറ്റൽ റീഡ് പ്രോക്സിമിറ്റി. ഓക്കെ. ഇനി നമുക്ക് ആ ഒരു എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണം. അപ്പൊ സീരിയൽ ഡോട്ട് പ്രിന്റ്. ഓക്കെ. എക്സ്. ഓക്കെ. നമുക്ക് ഇനി ഒന്ന് നമ്മുടെ ബോർഡ്സ് സെലക്ട് ചെയ്യാം. ടൂൾസിൽ പോവുക, ബോർഡ്സിൽ പോവുക. അർഡിനോ നാനോ ആണ് യൂസ് ചെയ്യുന്നത്. നാനോ സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് പോർട്ട് സെലക്ട് ചെയ്യാം. ടൂൾസിൽ പോവുക, പോർട്ടിൽ പോവുക. ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്തേക്കുന്നത് ആ പോർട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ. കമ്പൈൽ ചെയ്യുക. ഇറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ. കമ്പൈൽ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കോഡിൽ എറർ ഒന്നും ഇല്ല. നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. അല്ല, അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്ലോഡ് ചെയ്തു. ഞാൻ സീരിയൽ മോണിറ്റർ ഓപ്പൺ ആക്കി. ഇപ്പൊ 111 എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ വരുന്നത്. ഓക്കെ.
ഓക്കെ. ഓക്കെ, ഇപ്പൊ കണ്ടോ ഈ വണ്ണ് മുഴുവൻ ഒരൊറ്റ ലൈനിലാണ് പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒറ്റ ലൈനിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഇത് എന്ത് ചെയ്താലായിരിക്കും നമുക്ക് ഓരോ ലൈനിലും പ്രിന്റ് ചെയ്ത് കാണിക്കുക? അത് പറയാവോ എല്ലാരും? നമ്മൾ എന്ത് ചെയ്താലായിരിക്കും നമുക്ക് ഈ സീരിയൽ മോണിറ്ററിൽ ഒരു ലൈനിൽ ഒരൊറ്റ സാധനം മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നേ? ഓക്കെ, പ്രിന്റ് എല്ലാം. ഓക്കെ. ഓക്കെ, നമുക്ക് സീരിയലിലോട്ട് പ്രിന്റ് എല്ലാം കൊടുത്തു. ഓക്കെ. ഓക്കെ. ഓക്കെ, കണ്ടോ? കറക്റ്റ് ആണ്. അതായത് നമുക്ക് കണ്ടോ ഇപ്പൊ സെൻസർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതായത് ലൈക്ക് നിങ്ങൾക്ക് ഏത് ഡിജിറ്റൽ സെൻസർ കിട്ടിയാലും നിങ്ങൾ ആദ്യം ഈ ഒരു ടെസ്റ്റ് റൺ ചെയ്ത് നോക്കുക. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം ഒരു എന്താ സെൻസർ വർക്ക് ആകുമ്പോൾ ഹൈ ആണോ ലോ ആണോ തരുന്നതെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇത് കണ്ടോ, ഇതിപ്പോ എന്റെ കൈ ഡിറ്റക്ട് ചെയ്യുമ്പോൾ 0 ആണ് വരുന്നത്, അതായത് ലോ ആണ് ഔട്ട്പുട്ട് തരുന്നത്. ഓക്കെ, കണ്ടോ എന്റെ കൈ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ലോ വരുന്നുണ്ടോ? ഇപ്പോ എന്താ പറയാ, ഞാൻ കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട്. ഇതാ എന്റെ കൈ അത് ഡിറ്റക്ട് ചെയ്യുന്ന ആ ഒരു ലെവൽ നോക്കിക്കോണേ. കണ്ടോ, ഏകദേശം ഈ ഒരു ഹൈറ്റിൽ വരുമ്പോഴാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. അവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ? കണ്ടോ, റെഡ് ലൈറ്റ് കത്തുന്നുണ്ടോ? എല്ലാവർക്കും കാണാവോ? ലൈക്ക് ആ ഒരു സെറ്റപ്പില് റെഡ് ലൈറ്റ് കത്തുന്ന എല്ലാവർക്കും കാണാം ഞാൻ കൈ കൊണ്ടുവരുമ്പോ? കണ്ടോ? എല്ലാരും കണ്ടോ? ഓക്കെ. 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 ആ, ഇനി ഈ സെൻസർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. ഈ സെൻസർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു എന്താ പറയാ, ഉം, നമ്മളൊരു നമുക്കറിയാം നമ്മുടെ എല്ലാ ഒബ്ജക്ട്സും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും അല്ലേ? അപ്പൊ ഈ സെൻസർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ വൈറ്റ് എൽ ഇ ഡിന്ന് ഒരു IR ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. ഓക്കെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല ഇതിൽ നിന്ന് വരുന്ന ലൈറ്റ്, കാരണം ഇത് IR ലൈറ്റ് ആണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു LED വൈറ്റ് LED എന്ന് വരുന്ന IR ലൈറ്റ് നമ്മുടെ കയ്യിൽ തട്ടിയിട്ട് തിരിച്ച് ഈ ബ്ലാക്ക് LED പോകും. ഓക്കെ, അപ്പൊ ഈ ബ്ലാക്ക് LED ഒരു IR റിസപ്റ്റർ ആണ്. അതായത് IR ലൈറ്റ് റിസീവ് ചെയ്ത് അതിനനുസരിച്ച് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു LED ആണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ കോട്ടഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നേരെ ഈ കറുത്ത LED റിസീവ് ചെയ്ത് അത് ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സെൻസർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, റെഡ് അഭിരാമിക്ക് റെഡ് LED കത്തുന്നുണ്ട്, പക്ഷെ 0 മാത്രമേ കാണിക്കുന്നുള്ളൂ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, റെഡ് LED കണ്ടിന്യൂസ് കത്തി കിടക്കുകയാണെന്നുള്ളത് നോക്കുക. കണ്ടിന്യൂസ് കത്തി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ത്രെഷോൾഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
അതൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാവോ? ഇപ്പൊ ഞാൻ എഴുതിയേക്കുന്ന ആ ഒരു കോഡ് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ട് തരാം. അത് വെച്ചിട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. റെഡ് ലൈറ്റ് ബ്രൈറ്റ് അല്ല, ബട്ട് 0 കാണിക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ പിന്ന് സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലും ഇഷ്യൂ ആണോ? അതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. കോഡ് നോക്കിയിട്ടൊന്ന് കോഡും കൂടെ ഒന്ന് നോക്കിയേക്ക്. ഞാൻ അയച്ചൊന്ന് കോഡ് ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ ലോജിക് ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. നോക്കി നോക്ക് കേട്ടോ. ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ത്രഷോൾഡ് വാല്യൂ, അതായത് എത്ര ഡിസ്റ്റൻസിൽ എത്തുമ്പോഴാണ് ഈ ഒരു ലൈറ്റ് ട്രിഗർ ആവണമെന്നുള്ളത് നമുക്ക് ഈ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് കണ്ടോ, ഞാനിപ്പോ എന്റെ കൈ മുമ്പത്തെ ഡിസ്റ്റൻസിൽ കൊണ്ട് വയ്ക്കുമ്പോൾ ഡിറ്റക്ട് ആവുന്നില്ല. ഓക്കെ. ഇപ്പൊ കണ്ടോ, എന്റെ കൈ മുമ്പത്തെ ഡിസ്റ്റൻസിൽ കൊണ്ട് വെക്കുമ്പോൾ ഡിറ്റക്ട് ആവുന്നില്ല. കുറച്ചുകൂടെ അടുത്ത് കണ്ടോ, തൊട്ടടുത്ത് കൊണ്ട് വെക്കുമ്പോഴാണ് ഡിറ്റക്ട് ആവുന്നത്. ഓക്കെ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടോ? ഈ ഒരു സെൻസറിന്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടോ? ആരേലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ റിയൽ ലൈഫിൽ എവിടെ കണ്ടിട്ടുള്ളതെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാരും. എല്ലാരും പറയണം. ആരും ഈ ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ റിയൽ ലൈഫിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ല? ആർക്കും അറിഞ്ഞൂടാ? ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം? ഹാൻഡ് ഡ്രയർ. ഓക്കെ. ഹാൻഡ് ഡ്രയർ ഡെയിലി യൂസ് ചെയ്യും. എലവേറ്റേഴ്സ്. ഞാൻ നിങ്ങളുടെ ഡെയിലി ലൈഫിലാണ് ഉദ്ദേശിച്ചത്. ഡെയിലി ലൈഫിൽ, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആലോചിച്ച് നോക്കി. ടി വി റിമോട്ടിൽ ഈ ആപ്ലിക്കേഷൻ അല്ല. ആ, ഫോണിലാണ്. ഫോണിൽ എവിടാ യൂസ് ചെയ്യുന്നത്? ടി വി റിമോട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി റിമോട്ടിൽ നമ്മൾ ഒരു കോഡാണ് അയക്കുന്നത്. ആ ഒരു കോഡ് റിസീവ് ചെയ്തിട്ടാണ്. സ്ക്രീൻ ഉദ്ദേശിച്ചത് സ്ക്രീൻ എന്ന് വെച്ചാ ആ അതെ. അതായത് ആപ്ലിക്കേഷൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെവിയിലേക്ക് നമ്മുടെ ഫോൺ അടുപ്പിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സ്ക്രീൻ ഓഫ് ആയി പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻസർ ഇപ്പോൾ ലൈവായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ഫോണിന്റെ ആ നോച്ചിന്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ഒരു ചെറിയൊരു ഗ്രേ കളറിലോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലോ ഒരു ടിന്റ് കാണും. അത് ഈ ഒരു IR പ്രോക്സിമിറ്റി സെൻസർ ആണ്. ഓക്കെ. എക്സാക്ട് സെയിം തിങ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ചെവി ചെവി അല്ലെങ്കിൽ നമ്മുടെ തലയുടെ ആ ഒരു ഭാഗത്തെ സംഭവം വരുമ്പോൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് അത് ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ വോയിസ് കേൾക്കുന്ന സമയത്ത്
അതായത് വാട്സപ്പിൽ നമ്മൾ വോയിസ് കേൾക്കുന്ന സമയത്ത് ഈ ഒരു സെൻസർ ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ മെയിൻ സ്പീക്കറിൽ നിന്ന് ഓഡിയോ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇയർഫോണിലേക്ക്, അതായത് നമ്മുടെ ചെവിയുടെ ആ ഒരു ഭാഗത്തെ സ്പീക്കറിലേക്കാവും ഓഡിയോയുടെ കണക്ഷൻ. മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ഈ ഒരു സെൻസറിന്റെ ആപ്ലിക്കേഷൻ ആണ്. എക്സാക്ട് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ഇങ്ങനെയുള്ള ലൈറ്റിന് പകരം അവിടെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ചെറിയ ഉള്ള ലൈറ്റ് ആയിരിക്കും. ഓക്കെ, എക്സാക്ട് സെയിം സംഭവം, സെയിം ലോജിക് ആണ് അവിടെ വർക്ക് ആവുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പഠിക്കുന്ന സാധനങ്ങള് സിമ്പിൾ സാധനമാണെന്നുണ്ടെങ്കിലും അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളിലാണ് ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൺസെപ്റ്റ്സും ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊജക്റ്റിൽ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൻസർ കൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് ഞാനിപ്പോ കാണിച്ചു തരുന്ന ആ ഒരു പ്രൊജക്റ്റ് എല്ലാം നിങ്ങൾ ആ ഒരു ലെവലിൽ ചിന്തിക്കാവും. ഇത് എവിടെയെങ്കിലും റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടോ, ഈ സെൻസർ കൊണ്ടൊക്കെ എന്തോ ഉപകാരം എന്നൊക്കെ ഉള്ളത് ആ ഒരു രീതിയിൽ തിങ്ക് ചെയ്യാവും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന ആ ഒരു LDR സെൻസർ ഇല്ലേ, ആ ഒരു LDR സെൻസർ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റിലുണ്ട്. നമ്മുടെ ഈ KSEB വെച്ചേക്കുന്ന സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെൻസർ. ഈ ഒരു സെൻസറിന്റെ പുറത്ത് പായലൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴാണ് കൂടുതലും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലൈറ്റ് ഒക്കെ പകൽ സമയത്ത് കത്തി നിൽക്കുന്നത്. ഓക്കെ, അതൊക്കെ ഈ സെൻസേഴ്സ് എല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെൻസർ റീഡ് ചെയ്യുന്ന ഈ ഒരു സെൻസറിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഉം, ആ, ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, ഇനി എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഡൗട്ട് ഒന്നുമില്ല. ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, റൺ ചെയ്താൽ ഡിസ്റ്റൻസ് കിട്ടൂലേ? കിട്ടത്തില്ല. നമുക്ക് ഈ ഇപ്പൊ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നേക്കുന്ന ഈ ഒരു സെൻസറിൽ അനലോഗ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ല. ഓക്കെ, പിന്നെ ഈ ഒരു സെൻസർ നമുക്ക് ഡിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതിന്റെ ഒരു ലൈക്ക് ഡ്രോബാക്ക് ആണ്. നമുക്കൊരു ആക്യുറേറ്റ് റീഡിങ് കിട്ടത്തില്ല. അതായത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ചീപ്പ് IR സെൻസറിന്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IR സെൻസേഴ്സ് കിട്ടും. ഷാർപ്പ് IR സെൻസർ എന്നൊക്കെ പറയാം അതിനെ. അത് യൂസ് ചെയ്ത് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് മില്ലിമീറ്റർ ഡിഫറൻസിലൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേറെ ടൈപ്പ് IR സെൻസർ ആണ് യൂസ് ചെയ്യുന്നത്, യൂസിങ് ദ സെയിം ലോജിക്. അതായത് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഫോർമുല ഇല്ലേ, ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും, സ്പീഡ് ഓഫ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതിന് വേറെ IR സെൻസറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഉള്ള IR സെൻസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും, പക്ഷെ ഇന്നാക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു സെൻസറിനുള്ള ഡ്രോബാക്സ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേറെ ഏതൊക്കെ ഒരു ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു സെൻസർ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഈ സെൻസർ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രിഡ്ജ് ഡോറില് ഫ്രിഡ്ജ് ഡോറിന്റെ സിനേരിയോ വരുമ്പോ നമ്മൾ IR ലൈറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഫ്രിഡ്ജ് ഡോർസ് ഒക്കെ ഒബ്സർവ് ചെയ്തപ്പോ കണ്ടത്, ഫ്രിഡ്ജ് ഡോറിൽ യൂസ് ചെയ്തത് റീഡ് സ്വിച്ച് എന്ന് പറയുന്ന ഒരു സെൻസറാണ്. ഓക്കെ, റീഡ് സ്വിച്ച്.
ആ റീഡ് സ്വിച്ച് എന്ന് വെച്ചാൽ അതും ഒരു ഡിജിറ്റൽ സെൻസർ ആണ്. അവിടെ അത് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതായത് അതിന്റെ അടുത്തേക്ക് ഒരു മാഗ്നറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഫ്രിഡ്ജ് ഡോറിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു മാഗ്നറ്റ് അതിന്റെ അടുത്തേക്ക് അതായത് നമ്മുടെ ഡോറിൽ ഒരു മാഗ്നറ്റ് കാണും. പിന്നെ നമ്മുടെ ഈ റീഡ് സ്വിച്ച് എന്ന് പറയുന്ന സെൻസർ നമ്മുടെ ഫ്രിഡ്ജിന്റെ ബോഡി കാണും. അപ്പൊ അത് ആ, അടുത്ത് വരുമ്പോൾ ഈ മാഗ്നറ്റിസം ഡിറ്റക്ട് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആവുന്ന ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ പഴയ മോഡൽ ഫ്രിഡ്ജ് ഡോറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിമിറ്റ് സ്വിച്ച് ആണ്. ലിമിറ്റ് സ്വിച്ച് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്വിച്ച് ആണ്. ആ ഒരു സ്വിച്ചിൽ നമ്മുടെ ഡോർ എന്ന് തട്ടുമ്പോൾ അത് ഓണോ ഓഫോ ആവും. ഓക്കെ, അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് പഴയ ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുന്നത്. കാറിന്റെ റിവേഴ്സ് പാർക്കിങ്ങിൽ ഏത് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യാനാണ്. കാറിന്റെ റിവേഴ്സ് പാർക്കിങ്ങിൽ ഒരിക്കലും ഈ ഒരു ഐ ആർ സെൻസർ യൂസ് ചെയ്യില്ല. ഈ ഒരു ഐ ആർ സെൻസർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യില്ല. അത് അതിനൊരു റീസൺ ഉണ്ട്. അത് ഞാനിപ്പോ കാണിച്ചു തരാം. ശരിക്കും കാണിച്ചു തരാം. ഈ ഒരു പർട്ടിക്കുലർ സെൻസർ യൂസ് ചെയ്യില്ല. ലൈക്ക് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ട്രാൻസ്മിറ്റർ ഒരു റിസീവർ മാത്രമുള്ള യൂസ് ചെയ്യില്ല. അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചീപ്പായിട്ടുള്ള ലൈക്ക് കിറ്റ്സിലായിരിക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സും കാണും. ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു സംഭവം കാണിച്ചു തരാം. ഞാനിപ്പോ ഇത് നോക്കിയോ, ഇതിന്റെ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ. ഇത്രയും തൊട്ടടുത്ത് എന്റെ കൈ വരുമ്പോ ഡിറ്റക്ട് ചെയ്യാനാണ്. ഓക്കെ, ഞാൻ എന്റെ കൈ വരുത്താതെ ഈ സാധനം ഡിറ്റക്ഷൻ ഓൺ ആക്കട്ടെ. കണ്ടോ, സീറോ ആവുന്നുണ്ടോ? സീറോ ആവുന്നുണ്ടോ? കാണാവോ? കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? എല്ലാരും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ സീറോ ആവുന്നേ എന്റെ കൈ വെക്കാതെ? ആ, പക്ഷെ എന്റെ കൈ ഇത്ര അടുത്ത് വരുമ്പോൾ മാത്രമേ ഡിറ്റക്ട് ആവാൻ ഞാൻ ട്യൂൺ ചെയ്തിട്ടുള്ളൂ. ഇതെന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇതെന്തുകൊണ്ടാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ അതെ, ഞാൻ റിമോട്ട് യൂസ് ചെയ്തു. കാരണം എന്താ? ഞാൻ റിമോട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഈ റിമോട്ടിനകത്തും ഉണ്ട് ഒരു ഐ ആർ ട്രാൻസ്മിറ്റർ. കണ്ടോ, കത്തുന്ന കണ്ടോ? കണ്ടോ ഈ ഒരു ബ്ലിങ്കിങ് കണ്ടോ? ഈ ഒരു ബ്ലിങ്കിങ് പാറ്റേൺ നിങ്ങൾക്ക് ഈ 1 സീറോസ് മാറുന്നതിൽ കാണാൻ പറ്റും. ഇതാ, കണ്ടോ കണ്ടോ? അതായത് നമുക്ക് ഇതേപോലെ ഒരു ഐ ആർ എമിറ്റിംഗ് സോഴ്സ്, അതായത് എന്റെ ഈ റിമോട്ട് പോലെ, ഓക്കെ, എന്റെ കയ്യിൽ ഇരിക്കുന്ന റിമോട്ട് പോലെ ഐ ആർ എമിറ്റിംഗ് സോഴ്സ് നമ്മുടെ അന്തരീക്ഷത്തിൽ, ഈ സെൻസർ യൂസ് ചെയ്യുന്ന അന്തരീക്ഷത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് നമ്മളെ ഡിസൈൻ ചെയ്യാത്ത രീതിയിൽ ബിഹേവ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ മേജർ ഡ്രോബാക്ക്. ഓക്കെ, ഇതൊരു റീസൺ ആണ് കാറിന്റെ റിവേഴ്സ് പാർക്കിങ്ങിൽ ഇത് യൂസ് ചെയ്യില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം എന്താണെന്നറിയോ? ഒരു എന്താ പറയാ, നമ്മുടെ ഒരു മേജർ ഐ ആർ ലൈറ്റ് എമിറ്റിംഗ് സോഴ്സ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ പുറത്തുണ്ട്. ലൈക്ക് നമ്മുടെ വെയിലടിക്കുന്ന സമയത്ത് ഈ ഒരു സെൻസർ തന്നെ ട്രിഗർ ആവും. എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ നന്നായിട്ട് ട്രിഗർ ആവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വെച്ചിട്ട് ഉം, മറ്റേ സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കി വെയിലുള്ള സ്ഥലങ്ങളിൽ വച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. തന്നെ ട്രിഗർ ചെയ്യും. വെയിലുള്ള സ്ഥലത്ത് തന്നെ ട്രിഗർ ചെയ്യും. ആ ഒരു ഇഷ്യൂ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുള്ളവര്? ഇപ്പൊ വെയിലുള്ളിടത്ത് തന്നെ വെക്കണമെന്നില്ല. ഇൻഡോറിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും വച്ചിട്ട് ഒരു ടിവിയുടെ അടിയിൽ കൊണ്ട് ഇത് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ടി വിയിൽ റിമോട്ട് യൂസ് ചെയ്ത് മാറുന്ന സമയത്ത് ഈ സാധനം തന്നെ ട്രിഗർ ചെയ്യും. മനസ്സിലായോ? അത് ഇതിന്റെ ഡ്രോബാക്ക് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സെൻസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ, അതായത് ഇത് കൊണ്ട് വയ്ക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള സാഹചര്യം ഉള്ള പ്രൊജക്റ്റ് ആണോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ ഈ ഒരു സെൻസർ ചൂസ് ചെയ്യാവൂ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇതിന്റെ റേഞ്ച് ഒന്ന് കൂട്ടുക. ഓക്കെ, ഇപ്പൊ ഞാൻ റേഞ്ച് ഇതായി ഇത്ര ഇതിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ? ഇപ്പൊ ഞാൻ ഈ റിമോട്ട് കൊണ്ടുവെക്കുക. ഈ റിമോട്ട് വെക്കുന്ന സമയത്ത് ഇത് അബ്സോർബ് ആവുന്നില്ല. കണ്ടോ? ലൈക്ക്
എന്താ പറയുക, ലൈറ്റ് കത്തുന്നില്ല, എത്ര അടുത്ത് കൊണ്ട് വെച്ചിട്ടും ലൈറ്റ് കത്തുന്നില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടോ, പക്ഷെ ഞാൻ എന്റെ കൈ വെക്കുമ്പോ ഇതാവുന്നുണ്ട്. കണ്ടോ? ഇതെന്തുകൊണ്ടാണെന്നറിയാവോ? ഇതെന്തുകൊണ്ടാണെന്നറിയാവോ? ഇതും ഇതിന്റെ ഒരു മേജർ ഡ്രോബാക്കാ. ഇതെന്തുകൊണ്ടാണെന്നറിയാവോ ഓക്കെ ഇത്? നോക്കട്ടെ, ആരെങ്കിലും പറ. ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. IR അബ്സോർബ് ചെയ്യും. എന്ത്? IR അബ്സോർബ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, റിഫ്ലക്ട് ചെയ്യത്തില്ല. ആ, അതായത് എന്താ പറയാ, എന്റെ ഈ റിമോട്ട് കണ്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന റിമോട്ട് ഇല്ലേ, ഞാൻ യൂസ് ചെയ്യുന്ന റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ബ്ലാക്ക് കളറാണ്. ഓക്കെ, ബ്ലാക്ക് കളർ മാറ്റ് ഫിനിഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന റിമോട്ട്. ഓക്കെ, അപ്പൊ ഈ റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ബ്ലാക്ക് കളറിന്റെ പ്രോപ്പർട്ടി എന്താ? ലൈറ്റ് അബ്സോർബ് ചെയ്യും, ഒരിക്കലും റിഫ്ലക്ട് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് ആ, എന്താ പറയാ, നമ്മുടെ ഈ ഇവിടെ ലൈക്ക് ഇത് ഹൈ ആവാത്തത്. മനസ്സിലായോ? അതായത് നമ്മുടെ ഈ റിമോട്ടിലെ ഉള്ള ഈ ബ്ലാക്ക് കളർ നമ്മൾ അയക്കുന്ന ഈ IR സെൻസറിന്റെ ഈ ഒരു സിഗ്നല് അത് അബ്സോർബ് ചെയ്യും. അത് റിഫ്ലക്ട് ചെയ്യില്ല. അത് റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു IR ക്യാപ്ചർ ചെയ്യുന്ന ആ ഒരു സെൻസറിന് നമ്മുടെ ഈ ഒരു എന്താ പറയാ ഫീഡ്ബാക്ക് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക്. ഇതിന് വേറെ എന്തെങ്കിലും ഡ്രോബാക്ക് ഉള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു രണ്ട് ഡ്രോബാക്ക് ആണിത്. ലൈക്ക് റിമോട്ട് വെച്ച് കഴിഞ്ഞാൽ ട്രിഗർ ആവും. പിന്നെ ഒന്ന് ബ്ലാക്ക് കളർ അബ്സോർബ് ചെയ്യും. അങ്ങനെ അങ്ങനെ. ഓട്ടോമാറ്റിക് ഗേറ്റിൽ എന്ത് സെൻസറാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് എങ്ങനെയുള്ള ഗേറ്റ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? ഞാൻ അൺമ്യൂട്ട് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എന്ത് സെൻസറാണ് യൂസ് ചെയ്യുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? ഗേറ്റ് ആവുമ്പോൾ ആര് വന്നു നിന്നാലും തുറക്കാൻ പാടില്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അതിനൊരു ഓതന്റിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ. അപ്പൊ അത് ലൈക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എന്ത് സെൻസറാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഒരിക്കലും IR സെൻസർ യൂസ് ചെയ്യില്ല ഗേറ്റിന്. ഇപ്പോ ഞാൻ IR സെൻസർ യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ IR സെൻസർ മാത്രമല്ല, ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന യാതൊരു സാധനവും ഗേറ്റിൽ യൂസ് ചെയ്യില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുന്ന സാധനമല്ലേ. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സെൻസർ മാത്രം ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടി വന്ന് നിന്നാലും തുറക്കും, പൂച്ച വന്ന് നിന്നാലും തുറക്കും. ഈവൻ ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ, ഒരു കള്ളം വന്നാൽ അവരെ ഡോറ് തന്നെ തുറക്കും, ആ ഒരു ഗേറ്റ് തന്നെ തുറക്കും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന സെൻസർ മാത്രമായിട്ട് അവിടെ കൊണ്ട് വയ്ക്കില്ല. ഓക്കെ, ഒരു സെറ്റ് ഓഫ് സെൻസറിന്റെ കോമ്പിനേഷൻ ആയിട്ടേ വയ്ക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിമോട്ട് കൺട്രോളറിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മുടെ ഇങ്ങനത്തെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു IR റിമോട്ട് ആണെങ്കിലും മതി. പക്ഷെ അത് നമ്മൾ തന്നെ യൂണീക്ക് ആയിട്ട് നമ്മുടെ ആ ഒരു ഗേറ്റിന് വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്തായിരിക്കണം. നോർമൽ ആയിട്ടുള്ള ഒരു കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒരു റിമോട്ട് യൂസ് ചെയ്തിട്ടൊന്നും നമുക്ക് ഗേറ്റിനെ കൺട്രോൾ ചെയ്യല് ലൈക്ക് പ്രാക്ടിക്കലി നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ തന്നെ സെയിം മോഡൽ റിമോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഗേറ്റ് തുറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ യുണീക്ക് ആയിട്ട് ഒരു കോഡ് കിട്ടുന്ന ഒരു റിമോട്ട് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് എന്തെങ്കിലും എന്താണ് നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന പോലത്തെ ഒരു മോഡൽ യൂസ് ചെയ്യാം. കോമൺലി കാണുന്നത് ഈ IR റിമോട്ട് അല്ല, RF റിമോട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഗേറ്റ് ആണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ അങ്ങനത്തെ റിമോട്ട് യൂസ് ചെയ്യുന്ന ഗേറ്റ്സ് ആണ് കാണുന്നത്. ഈ ഒരു സെൻസർ മാത്രം യൂസ് ചെയ്യില്ല. പക്ഷേ
നിങ്ങൾ PIR സെൻസർ എന്ന് കേട്ടിട്ടുണ്ടോ? PIR സെൻസർ ഞാൻ കാണിച്ചു തരാം. അവിടെ. ഈ ഒരു PIR സെൻസർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ഈ PIR സെൻസർ? ഇത് ചില വീടുകളിലൊക്കെ ഇത് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ഇവിടെ ATM-ലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് PIR സെൻസർ. ചിലരുടെ വീട്ടിൽ ബാത്റൂംസിലൊക്കെ ഞാനിത് കാണാറുണ്ട്. PIR സെൻസർ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് PIR സെൻസർ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ PIR സെൻസർ? ഓക്കെ, കണ്ടിട്ടില്ല. PIR സെൻസർ എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് IR സെൻസർ തന്നെയാണ്. പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇതാ ഈ ഒരു ഡോം പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇത് ഡിഫ്യൂസർ എന്നാണ് ഇതിനെ പറയുന്നത്. ബേസിക്കലി ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു IR എമിറ്റ് ചെയ്യുന്ന ഒരു സെൻസർ ഉണ്ട്. അല്ല, IR എമിറ്റ് ചെയ്യുന്ന സെൻസർ അല്ല, ഒരു IR റിസീവ് ചെയ്യുന്ന ഒരു സെൻസർ ഉണ്ട്. ബേസിക്കലി അത് ചെയ്യുന്നത് IR റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ബോഡിയെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് IR ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ബോഡീസിനെ ഡിറ്റക്ട് ചെയ്യുക, അതാണ്. അത് എന്ത് സാധനം IR ലൈറ്റ് ഡിറ്റക്ട് ചെയ്താലും അതിന്റെ പ്രസൻസിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു PIR സെൻസറിന്റെ ലൈക്ക് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന്റെ ഡിലേയും അതിന്റെ സെൻസിറ്റിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എന്താ പൊട്ടൻഷ്യോമീറ്റർ ആണ് ഈ യെല്ലോ കളറിൽ കാണുന്നത്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞു ബാത്റൂംസിലും നമ്മുടെ ഈ ATM-ലും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന്. ചിലരുടെയൊക്കെ വീടിന്റെ പുറത്തുള്ള നമ്മുടെ ഈ ഗേറ്റിന്റെ അവിടുത്തെ ലൈറ്റിലൊക്കെ ഇത് കാണാം. അതായത് ഇപ്പൊ പട്ടിയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഡിറ്റക്ട് ആവും. അതേസമയം ലൈക്ക് എന്തെങ്കിലും ഒരു മോഷൻ, ഇപ്പൊ ഇലയോ കാറ്റടിച്ച് വല്ല ഇലയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഡിറ്റക്ട് ആവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജീവനുള്ള വസ്തുക്കളില്ലേ, മനുഷ്യര്, പട്ടി, പൂച്ച, അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഇങ്ങനെ IR ലൈക്ക് തെർമലി ഇച്ചിരി എന്താണ് IR റേഡിയേഷൻസ് ഉണ്ടാക്കുന്ന ഇച്ചിരി ചൂടുള്ള ഒബ്ജക്ട്സ് ആണ് നമ്മളൊക്കെ. അപ്പൊ നമ്മൾ ഇച്ചിരി പാസീവ് ഇൻഫ്രാറെഡ് റേസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് സർക്യൂട്ട് ഓണും ഓഫും ആക്കിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് തന്നെ ബാത്റൂമിൽ ഇപ്പോൾ ആള് പോകുന്ന സമയം മാത്രം ലൈറ്റ് ഓൺ ആവും, ആൾ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഓഫ് ആവും. അതേപോലെ തന്നെ ATM-ൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു കയറുമ്പോൾ മാത്രം ചിലയിടത്തൊന്നും എയർ കണ്ടീഷൻ കാണില്ല, ഫാൻ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ പബ്ലിക് ആയിട്ടല്ലേ വെക്കുന്നത്. അപ്പം ആളുള്ള സമയത്ത് മാത്രം ലൈറ്റ് ഓൺ ആവും, ആളില്ലാത്ത സമയത്ത് ലൈറ്റ് ഓഫ് ആവും. അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് PIR സെൻസർ. ഇത് അത്യാവശ്യം കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്നതാണ് PIR സെൻസർ. ഓക്കെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും സെൻസേഴ്സിനെ പറ്റിയിട്ടൊക്കെ? നമ്മൾ ഈ സെൻസർ ഇന്റർഫേസ് ചെയ്യുന്ന സെഷൻ ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും സെൻസർ ഇന്റർഫേസ് ചെയ്ത് കാണണം, ഇപ്പൊ ആ കിറ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും സെൻസർ ഇന്റർഫേസ് ചെയ്ത് കാണണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്റർഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള സെഷൻസിലൊക്കെ ചെയ്യാം. ഓക്കെ, കാണിച്ചു തരാം അതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നും അത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. വേറെ ഏതെങ്കിലും സെൻസറിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടോ? ലൈഡാർ സെൻസർ ആണെന്ന് ചോദിച്ചത് മനസ്സിലായില്ല സമൃദ്ധ. ഇത് ലൈഡാർ സെൻസർ അല്ല, ഇത് PIR സെൻസർ ആണ്. ലൈഡാർ സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്നത് ലേസർ ആണ്. ലേസർ ലൈറ്റ് ആണ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്.
ലൈഡാർ സെൻസർ കോസ്റ്റ്ലി ആണ്. അതിന് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ബേസിക് സാധനത്തിന് തന്നെ ഒരു 3000 രൂപയൊക്കെ ഉണ്ട് സെൻസറിന് മാത്രം. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതൊന്നും ലൈഡാർ അല്ല. ലൈഡാർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ റോബോട്ടിക്സിലും നമ്മുടെ എന്താ പറയാ ഈ ഒരു പിൻ പോയിന്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഡിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസിലൊക്കെയാണ് ലൈഡാർ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ആ, എന്തിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ, നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ആർക്കും ഡൗട്ടൊന്നും ഇല്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട് ഇല്ലാന്ന് ടൈപ്പ് ചെയ്തോ, നമുക്ക് വേറെ ഒന്നില്ലെങ്കിൽ മൂവ് ചെയ്യാം. ഓക്കെ, ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ ചെയ്യാം. നാളെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. നോക്കട്ടെ, ഞാൻ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ കാണിച്ചു തരാം. ബ്ലൂടൂത്ത് മൊഡ്യൂൾ ഇന്റർഫേസ് ജസ്റ്റ് സിമ്പിൾ ആണ്. അത് കാണിച്ചു തരാം. അതിന് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്, യുആർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. ഇപ്പോൾ സെൻസറിന്റെ തൊട്ടടുത്തില്ല. ഞാൻ നാളെ കാണിച്ചു തരാം. ഓക്കെ, ഇതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സെൻസേഴ്സിനെ പറ്റിയിട്ടോ മൊഡ്യൂൾസിനെ പറ്റിയിട്ടോ ഒക്കെ കാണണം ആഗ്രഹമുണ്ട്, ഞാൻ കാണിച്ചു തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇട്ടോ, ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. GSM. GSM കാണിച്ചു തരാം, നോക്കട്ടെ. ആ, സെബിയാണോ? ഓക്കെ. GSM കാണിച്ചു തരാം. ഇവിടെ നെറ്റ്വർക്ക് കിട്ടുമെന്നാണ് ഡൗട്ട്. GSM കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് കിട്ടണം. പിന്നെ ആ ഒരു സിമ്മ്, VAയുടെ സിമ്മോ അല്ലെങ്കിൽ BSNLന്റെ സിമ്മോ വേണ്ടി വരും. ആ, അതും കൂടെ ഒന്ന് നോക്കണം. BSNL ഇവിടെ റേഞ്ച് കിട്ടാൻ ചാൻസ് ഇല്ല. അത് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ. ഞാൻ ഓക്കെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഇപ്പൊ ബ്ലൂടൂത്ത് ആയി, GSM ആയി, വേറെ വേറെ ആർക്കെങ്കിലും? ഓക്കെ, വേറെ ആർക്കും ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അത്യാവശ്യം നിങ്ങൾക്കൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കി എന്തേലുമൊക്കെ ഒരു എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്ത് നോക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതാണ് ഞാൻ ലാസ്റ്റിലത്തേക്ക് വെച്ചിരുന്നത്. ഇത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടൊക്കെ തോന്നാം, ബട്ട് സിമ്പിൾ ആണ്. ഓക്കെ,
ഇതിന് നമ്മൾ എന്താ പറയാ സ്വന്തമായിട്ട് സ്ക്രാച്ചിൽ നിന്ന് കോഡ് എഴുതുന്നതൊക്കെ ഇച്ചിരി ലോജിക്കലി ഡിഫിക്കൽട്ട് ആണ്. അതിന് അത്യാവശ്യം നല്ല സ്ട്രോങ് സി ബാക്ക്ഗ്രൗണ്ട് വേണം. ഓക്കെ, അപ്പോ ഞാൻ ഇനി ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതാ ഈ ഒരു സെൻസറാണ്. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് IR റിസീവർ സെൻസർ ആണ്. ഓക്കെ, IR റിസീവർ സെൻസർ ആണ്. നമ്മൾ ഇതിൽ കണ്ടത് പോലത്തെ റിസീവർ സെൻസർ അല്ല. ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡീകോഡിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തത്. അതായത് നമ്മുടെ ഈ റിമോട്ടിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എൻകോഡഡ് ആയിട്ടുള്ള ലൈക്ക് പരിപാടി. അതായത് 1000 എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. 10 അങ്ങനെ പറയുന്ന ഒരു ബൈനറി കോഡിലാണ് നമ്മുടെ റിമോട്ടിലൊക്കെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദാ ഇത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി, ബ്ലിങ്കിങ് പാറ്റേൺ കാണാം. ഒരു ബ്ലിങ്കിങ് പാറ്റേൺ കണ്ടോ? ആ ഒരു ബ്ലിങ്കിങ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻകോഡഡ് ബൈനറി ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ബൈനറി ആയിട്ടുള്ള പാക്കറ്റ് ഡീകോഡ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളറിന് കൊടുക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സെൻസർ ആണ് ഈ സംഭവം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും കണക്ട് ചെയ്തോ? ഇതിന്റെ കണക്ഷൻ സിമ്പിൾ ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ സെൻസർ മൊഡ്യൂളിനകത്ത് ഇവിടെ ഈ ലെഫ്റ്റിലായിട്ട് മൈനസിന്റെ ഒരു സിമ്പിൾ ഉണ്ട്, അത് ഗ്രൗണ്ട് ആണ്. മൈനസിന്റെ തൊട്ട് ഇപ്പുറത്തുള്ളത്, അതായത് നടുക്കത്ത് പിന്നെ VCC ആണ്, 5 വോൾട്ടിലേക്ക് കൊടുക്കുക. എസ് എന്ന് പറയുന്നത് സിഗ്നൽ പിന്നാണ്, അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പിന്നിലേക്ക് കൊടുക്കാം. ഓക്കെ, അത്തരം കണക്ഷൻ ചെയ്തോ? അപ്പോഴത്തേക്ക് ഞാൻ കോഡ് സെറ്റ് ആക്കാം. എന്താ അഭിരാമി ഒന്നുകൂടെ പറയണ്ടേ, എന്തിനെ പറ്റിയിട്ടാ? ഓക്കെ ഓക്കെ, പിൻ കണക്ഷനെ പറ്റിയിട്ട്. ഓക്കെ, അതായത് ഈ IR സെൻസറിന്റെ പിന്നിന്റെ അവിടെ മൈനസ് മാർക്കിംഗ് ഉള്ളതാണ് അതിന്റെ ഗ്രൗണ്ട്. ഓക്കെ, മൈനസിന്റെ തൊട്ടിപ്പുറത്ത്, അതായത് മിഡിൽ പിന്നാണ്. അതായത് ഇത്, അതായത് ഏറ്റവും ലെഫ്റ്റിലുള്ളത്, അതായത് മൈനസ് സൈൻ ഉള്ളത് ഗ്രൗണ്ടും, നടുക്കുള്ളത് VCCയും, എസ് എന്ന് പറയുന്നത് സിഗ്നൽ പിന്നുമാണ്. ഓക്കെ, അപ്പൊ ഈ മൈനസ് പിന്ന് ഗ്രൗണ്ടിലും നടുക്കുള്ളത് VCC 5 വോൾട്ടിലും, എസ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന പിന്ന് സിഗ്നൽ പിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിജിറ്റൽ പിന്നിലേക്കും കൊടുക്കാം.
എല്ലാരും കണക്ട് ചെയ്തോ? എല്ലാരും റിപ്ലൈ ഇട്ടോ? ഓക്കെ, വിവേക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഏബൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും കണക്ട് ചെയ്തിട്ട് ഇവിടെ റിപ്ലൈ ഇടുക. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. എല്ലാരും റിപ്ലൈ ഇട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, സമൃദ്ധ രമേശ്. ഓക്കെ, ഓക്കെ. അപ്പോ നമ്മളിനി ഇന്റർഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മളിനി ഇന്റർഫേസ് ചെയ്യാൻ പോകുന്നത് IR സെൻസർ ആണ്. IR സെൻസർ അല്ല, IR റിസീവർ സെൻസർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ റിമോട്ടിൽ നിന്ന് വരുന്ന ആ ഒരു കോഡ് ഡീകോഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് കോഡ് എഴുതാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഈ ഒരു എന്താണ് ഈ വർക്ക്ഷോപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ചിൽ നിന്ന് ഒരു കോഡ് എഴുതി ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആർഡിനോ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോർ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും മൈക്രോ കൺട്രോളർ ചൂസ് ചെയ്ത് പഠിക്കണം. ലൈക്ക് STM32. STM32 തന്നെ പല പല വേരിയന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ആക്സസ് ചെയ്തൊക്കെ പഠിക്കണം. ഓക്കെ, അത് ഇച്ചിരി കൂടെ ഹൈ ലെവല് ടൈം എടുത്ത് ടൈം കൺസ്യൂം ചെയ്ത് ഒരിക്കലും ഓൺലൈനിൽ കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്കില്ലല്ല. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഓൺലൈനിൽ കൂടെ. അത് എവിടെയെങ്കിലും പ്രാക്ടിക്കലായിട്ട് പോയിട്ട് ഒരു മാസ്റ്ററിന്റെ കീഴിൽ ലേൺ ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. സ്ക്രാച്ചിൽ നിന്ന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കോഡ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ യൂട്യൂബ് ഒക്കെ റെഫർ ചെയ്ത് പഠിക്കുക. ആ ഒരു സമയത്ത് കുറെ ഇഷ്യൂസ് ഒക്കെ വരാൻ അതിന്റെ ID സെറ്റ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവര് ഒരു എംബഡഡ് കോഴ്സ് ആഫ്റ്റർ യുവർ ബിടെക് അല്ലെങ്കിൽ ബിടെക്കിന് പാരലായിട്ട് എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു ഐഡിയ, അത് ഏത് ലെവലിലുള്ള ഒരു ഐഡിയ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. സ്പീഡായിട്ട് പ്രോട്ടോടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് ഇപ്പോൾ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മിനി പ്രൊജക്റ്റും ഫൈനൽ ഇയർ പ്രൊജക്റ്റിനും ആവശ്യമായിട്ടുള്ള എംബഡഡ് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ കോൺഫിഡന്റ് ആക്കുക, അതിന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എന്താണ് ലോജിക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഇതുവരെ നിങ്ങൾ ഈ ഒരു എംബഡഡ് സൈഡിലേക്ക് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ തരിക, കുറച്ചൊരു പ്രൊജക്ട്സ് വർക്ക് ചെയ്യാൻ നിങ്ങളെ കോൺഫിഡന്റ് ആക്കുക, നിങ്ങളുടെ റെസ്യൂമേൽ കുറച്ചധികം പ്രൊജക്ട്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ അപ്പൊ നമ്മൾ ഇനി ഇന്റർഫേസ് ചെയ്യാൻ പോകുന്നത് IR റിസീവർ സെൻസർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഇപ്പോ നിങ്ങൾക്ക് ഇത് അറിഞ്ഞൂല, ലൈക്ക് ഇത് എങ്ങനെയാ പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക IR റിസീവർ, ലൈക്ക് സംതിങ് അങ്ങനെ എന്തെങ്കിലും. IR റിസീവർ എന്താ നമുക്ക് സജഷൻ ആയിട്ട് താഴെ വരാറുണ്ട്. IR റിസീവർ അർഡിനോ സെലക്ട് ചെയ്യുക. ഓക്കെ, അർഡിനോ എന്ന് അർഡിനോ പ്രൊജക്ട് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറെ അധികം എന്താ പറയാ ലിങ്ക് വരും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാൻ കൂടുതലും സെലക്ട് ചെയ്യുന്നത് എന്താ പറയാ ഈ ഒരു ആർട്ടിക്കിളാണ്. റാൻഡം നെർഡ് ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളാണ്. അത്യാവശ്യം നീറ്റ് ആർട്ടിക്കിളാണ്. ഓക്കെ, പുള്ളി എല്ലാം ഇതിൻ്റെ അകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും. ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത ഒരു കണ്ടന്റ് അല്ല. പുള്ളി എന്താണ് IR വെച്ചിട്ട്
എന്താ പറഞ്ഞ ഡീകോഡ് ചെയ്ത് അത് വെച്ചിട്ട് ഒരു ടാസ്ക് ചെയ്യുന്ന പ്രൊജക്റ്റ് ആണ് ഡയറക്റ്റ്ലി ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തേക്ക് എത്താനുള്ള സ്റ്റെപ്പ് ഒക്കെ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് തൽക്കാലം അതൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പിൾ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിലേക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ. പുള്ളി ദാ ഇവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്. നമുക്കിത് കോപ്പി ചെയ്തിട്ട് ഇത് എൻ്റെ ഒരു തോട്ട് പ്രോസസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയാത്ത ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യും. എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ നേരെ അതിൽ കാണുന്ന ഒരു കോഡ് കോപ്പി ചെയ്യും. എന്നിട്ട് ഐഡിയിൽ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ നോക്കും എനിക്ക് ആവശ്യമായിട്ടുള്ള കോഡ് തന്നെയാണോ എന്നുള്ളത് ഞാൻ നോക്കും. ഞാൻ പേസ്റ്റ് ചെയ്തു. ഇനിയാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഇത് എന്തിനുള്ള കോഡാണ്. ഹാഷ് ഇൻക്ലൂഡ് IR remote.h. IR remote.h എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഹെഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. IR റിസീവർ പിന്നെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 11th. പിന്നെ എന്താ പറയുക, ഒരു ഇൻസ്റ്റൻസിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. IR റിസീവ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങോട്ടേക്ക് ഈ ഒരു 11 എന്ന് പറയുന്ന നമ്പർ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ സ്റ്റെപ്പിൽ നടക്കുന്നത്. പിന്നെ റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ആ ഒരു ഫംഗ്ഷനിലേക്ക് റിസൾട്ട്സ് എന്ന് പറയുന്ന സംഭവം പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഹെക്സ്. ഓക്കെ, എനിക്ക് ഈ കോഡിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന IR സെൻസറിന്റെ പിന്ന് 11 എന്ന് പറയുന്ന പിന്നിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആ 11 എന്ന് പറയുന്ന പിന്ന് ഈ ഒരു ഫംഗ്ഷനകത്തേക്കാണ് പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും പിൻമോഡ് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതായത് കോൺഫിഗർ ചെയ്തിട്ടില്ല ഇവിടെ. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ ഒക്കെ നടക്കുന്നത് ഈ ഒരു ഫംഗ്ഷനകത്താണ്. IR റിസീവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്താണ് അതിന്റെ കോൺഫിഗറേഷൻ ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നതൊക്കെ ഈ ഒരു ലൈനിലാണ്. അത് അത് എന്താണ് ഈ ഒരു ഹെഡറിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ ഒരു സിന്റാക്സിൽ റൈറ്റ് ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് പിൻ നമ്പർ ഇൻപുട്ട് പിന്നാക്കി സെലക്ട് ചെയ്യണമെന്ന് ഈ ഒരു IR remote.h എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ഒരു സെറ്റപ്പ് ലൂപ്പിൽ IR receive.enable IR in എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പൊ ഇതാ ഇവിടെ നമ്മുടെ IR റിസീവർ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നേരെ ലൂപ്പിലേക്ക് പോവുക. ലൂപ്പിനകത്തുള്ളത് IR receive.decode ആംപർസെന്റ് റിസൾട്ട്. ഓക്കെ, ഇത് ബേസിക്കലി ഒരു പോയിന്റർ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ജസ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഈ ഒരു ഫംഗ്ഷനകത്തേക്ക് പാസ് ചെയ്ത് കൊടുത്തേക്കും. ഓക്കെ, ഇത് കുറച്ചധികം പോയിന്റേഴ്സിന്റെ ഒക്കെ കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ ഇത് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് serial.println results.value. ഓക്കെ, ഇതിനകത്ത് ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അകത്ത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത, അതായത് നമുക്ക് സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്തതാണ് ഈ ഒരു results.value എന്ന് പറയുന്ന സംഭവം. ഈ ഒരു IR receive.decode എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഒരു IR receive.enable IR എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതൊന്നും നമുക്ക് മാറ്റം വരുത്തി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഹെഡർ ഫയലിനകത്താണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഹെഡർ ഫയലിനനുസരിച്ച് തന്നെ കോഡ് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഹെഡർ ഫയലിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ChatGPT-യോട് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT ഇപ്പോൾ എളുപ്പത്തിൽ പറഞ്ഞു തരും. പണ്ട് ChatGPT ഇല്ലാത്ത സമയത്ത് ഞാനൊക്കെ ഫോളോ ചെയ്തിരുന്നത് ജസ്റ്റ് ഗൂഗിൾ ചെയ്യും, ഈ ഒരു IR remote.h എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്തിട്ടുള്ള കോഡ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കും. അപ്പൊ അതിനകത്ത് കുറെ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് കാണാം. ചിലയിടത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടാവും ഓരോ ഫംഗ്ഷന്റെയും യൂസ് കേസ് എന്താണ്, ഓരോ ഫംഗ്ഷൻ എന്താണ്, ആ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുള്ള കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്റെ ഒരു ലോജിക്ക് വെച്ച് എനിക്ക് മനസ്സിലായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ IR സെൻസർ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് ഈ 5th ലൈനിൽ. ഓക്കെ, പിന്നെ പറഞ്ഞു കൊടുക്കുന്ന ലൈനാണ്
ഈ ഒരു ലൈൻ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡീകോഡ് എന്ന് പറയുന്ന റിസൾട്ട്സ് അസൈൻ ചെയ്യുന്നത് ഈ ഒരു റിസൾട്ട്സ് എന്ന് പറയുന്ന സംഭവത്തിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐ ആർ റിസീവ് ഡോട്ട് എനേബിൾ ഐ ആർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ അസൈൻ ചെയ്തേക്കുന്ന പിൻ നമ്പര് ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അല്ല ഔട്ട്പുട്ട് അല്ല, ഇൻപുട്ട് ആണ് എന്ന് പറയാനുള്ള സെക്ഷൻ റൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ഐ ആർ സെൻസർ ഇൻപുട്ട് ഡിവൈസ് ആണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ നമ്മുടെ മൈക്രോ കൺട്രോളറിന്. അത് കഴിഞ്ഞ് ഇവിടെ വോയിഡ് ലൂപ്പിനകത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഇഫ് കണ്ടീഷൻ, ഓക്കെ, ഈ ഒരു ഇഫ് കണ്ടീഷനകത്ത് കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബട്ടൺ ഞെക്കുന്ന സമയത്ത് കണ്ടോ അവിടെ ആ ഒരു LED ബ്ലിങ്ക് ആവുന്നുണ്ടോ? ആ ഒരു ബ്ലിങ്കിങ്, ലൈക്ക് നമ്മളിപ്പോ സീരിയൽ ഡോട്ട് അവൈലബിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ, ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് ഇവിടെ ബേസിക്കലി നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഇപ്പൊ ഇപ്പൊ നമ്മൾ റിമോട്ട് ഒന്നും ഞെക്കാത്ത സമയത്ത് ആ ഒരു LED റെസ്റ്റിലാണുള്ളത്. അവിടെ ഇപ്പോ ലോ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ LED ഞെക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റിന് വ്യത്യാസമുണ്ട്. കണ്ടോ, ഹൈ ആൻഡ് ലോയും ഒക്കെ ആവുന്നുണ്ട്. ഓക്കെ, അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സ്റ്റേറ്റിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാനുള്ള ലൂപ്പാണ് ഈ ലൂപ്പ്. ഓക്കെ, അങ്ങനെ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാറ്റം വരുന്ന സീക്വൻസ് ഉണ്ടല്ലോ, ആ ഒരു സീക്വൻസ്, അതായത് എന്താണ് ആ മാറ്റം വരുന്നത് എന്നുള്ളത് പ്രിന്റ് ചെയ്യാനുള്ള ലൈനാണ് ഈ സീരിയൽ ഡോട്ട് പ്രിന്റ് എല്ലാം റിസൾട്ട്സ് ഡോട്ട് വാല്യൂ കോമ ഹെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഐ ആർ റിസീവ് ഡോട്ട് റെസ്യൂമ്, അതായത് നെക്സ്റ്റ് വാല്യൂ റിസീവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. ഈ ഹെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസീവ് ചെയ്യുന്ന വാല്യൂ ഏത് ഫോർമാറ്റിലാണ് കാണിക്കേണ്ടത് എന്നുള്ളത്. ഈ ഹെക്സ് മാറ്റി ബിൻ എന്ന് റൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മോസ്റ്റ്ലി അവിടെ ബൈനറി കാണിക്കാനാണ് ചാൻസ്. ഓക്കെ, ബൈനറി കാണിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് അത് ഉള്ള പോലെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് റൺ ചെയ്ത പ്രോപ്പറായിട്ട് വർക്ക് ആവണം എന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. കാരണം ആരോ ചെയ്തേക്കുന്ന ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് റാൻഡം ആയിട്ട്. ഓക്കെ, ഞാൻ യൂഷ്വലി ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അപ്പൊ ഞാൻ എന്റെ മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ ബോർഡ് സെലക്ട് ചെയ്തു, പോർട്ട് സെലക്ട് ചെയ്തു. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഇറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിത് കമ്പയർ ചെയ്തു. ഞാൻ ഈ കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഒന്ന് കമ്പയർ ചെയ്യും. എല്ലാവരും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി ഈ കോഡ്. കമ്പയർ ചെയ്തിട്ട് എന്താണെന്നുള്ളത് പറ. ഓക്കെ, ഏബലിന് ഒരു ഇറർ കിട്ടിയിട്ടുണ്ട്. എല്ലാരും കമ്പയർ ചെയ്ത് നോക്കട്ടെ ഇതില്, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, എല്ലാവർക്കും ഇറർ ആണ് കാണിക്കുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്നറിയാവോ? ആ ഇറർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾക്ക് ആ എറർ മെസ്സേജ് വായിച്ച് നോക്കിയിട്ട് ആ എറർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? മനസ്സിലായോ ആർക്കെങ്കിലും ആ എറർ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്?
ഉം, മനസ്സിലായോ ആർക്കെങ്കിലും എന്തുകൊണ്ടാണ് ആ എറർ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലായോ? ഡയറക്ടറി നോട്ട് ഫൗണ്ട്, കമ്പൈലേഷൻ എറർ, നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. എന്തുകൊണ്ടാണ് ആ എറർ മെസ്സേജ് കാണിക്കുന്നത്? ആ എറർ മെസ്സേജ് വായിച്ചു നോക്കിയിട്ട് ആർക്കെങ്കിലും കാര്യം മനസ്സിലായോ? എനിക്കിവിടെ കമ്പൈൽ ആയി, നിങ്ങൾക്ക് കമ്പൈൽ ആയില്ല. എന്തുകൊണ്ടാ? ലൈബ്രറി ഡൗൺലോഡ് ചെയ്തില്ല. ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ടാണ്. ആ, അതായത് നമ്മളിവിടെ ഡയറക്ടറി ഇമ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, ഫൈൻ. നമ്മളിവിടെ നമ്മുടെ ഫസ്റ്റ് ലൈനിൽ ഹാഷ് ഇൻക്ലൂഡ് IR remote.h എന്ന് പറയുന്ന ഒരു സംഭവം റൈറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങളുടെ ആരുടെയും ലാപ്ടോപ്പിൽ, അതായത് ഇറർ കിട്ടിയ ആരുടെയും ലാപ്ടോപ്പിൽ അങ്ങനെ ഒരു ഡയറക്ടറി ഇല്ല. മനസ്സിലായോ? അതായത് നിങ്ങൾ ആരും അങ്ങനെ ഒരു ഹെഡർ ഫയൽ ഇതുവരെയായിട്ടും നിങ്ങളുടെ പ്രൊജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതേ ഡൗൺലോഡ് ചെയ്തിട്ടില്ല നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ എറർ ഒക്കെ കാണിക്കുന്നത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിത് നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും. അപ്പൊ ഞാൻ ആ പേരൊന്ന് ലൈബ്രറി സെക്ഷനിൽ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. കൺട്രോൾ C, ഈ പേര് തന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ആ കണ്ടോ? ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എറർ കാണിക്കുന്നത് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ? ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന വേർഷൻ 4.4.0 ആണ്. ലേറ്റസ്റ്റ് വേർഷൻ ആവാനാണ് ചാൻസ്. അതെ, അപ്പോ അതുകൊണ്ടാണ് എനിക്ക് ഇറർ കാണിക്കാത്തത്. ഓക്കെ, ഞാനപ്പോൾ അത് റിമൂവ് ചെയ്യുക. ഓക്കെ, ഞാനത് റിമൂവ് ചെയ്തു. ഞാൻ എന്നിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, ഞാനത് റിമൂവ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സെയിം എറർ തന്നെ കാണിച്ചു. IR നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതിനോട് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്ട്ലി ഈ ഒരു ലൈബ്രറി സെക്ഷനിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഞാൻ അതിപ്പോ കാണിച്ചു തരത്തില്ല. ലൈക്ക് ഞാൻ അതിപ്പോ കാണിക്കാത്ത, ഞാനിപ്പോ അങ്ങനെ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എല്ലാ ലൈബ്രറിയും ഈ ഒരു അർഡിനോയുടെ ലൈബ്രറി സെക്ഷനിൽ നിന്ന് കിട്ടത്തില്ല. ഓക്കെ, ഞാൻ ഉം, ഞാൻ നമ്മുടെ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തേർഡ് പാർട്ടി ആയിട്ടുള്ള ലൈബ്രറീസ്, അതായത് അർഡിനോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഈ ഇവിടെ നമ്മുടെ ഈ ഒരു ടാബിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, കസ്റ്റം ലൈബ്രറീസ്. അപ്പൊ ആ ലൈബ്രറീസ് ഒക്കെ ആഡ് ചെയ്യുന്നത് സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളപ്പോൾ റെഫർ ചെയ്ത ആ ഒരു ട്യൂട്ടോറിയൽ തന്നെ നോക്കിക്കളയാം. അപ്പൊ ഈ ഒരു ട്യൂട്ടോറിയലിൽ പറയുന്നുണ്ടാവും ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കോഡ് ഇൻസ്റ്റാളിംഗ് ദി IR റിമോട്ട് ലൈബ്രറി. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്, ടു കൺട്രോൾ ദി IR റിസീവർ യു നീഡ് ടു ഇൻസ്റ്റാൾ ദി IR റിമോട്ട് ലൈബ്രറി ഇൻ ദി ID. ഓക്കെ, ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി IR റിമോട്ട് ലൈബ്രറി എന്ന് പറയുന്നുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോ ഡൗൺലോഡ് ആയി. ഓക്കെ, ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആയി. ഇതാ ആ ഒരു സിപ്പ് ഫയൽ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, സിപ്പ് ഫയൽ എന്റെ ഡൗൺലോഡ് ഫോൾഡർ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഞാനത് അൺസിപ്പ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് സിപ്പ് ഫയലായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ IDEയിലുണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം സ്കെച്ചിൽ പോവുക. എല്ലാവരും കൂടെ ചെയ്തോ? ആ, എല്ലാവരും ആ ലൈബ്രറിയുടെ ഫയൽ ഇൻസ്റ്റാൾ ആക്കിയോ? ഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞിട്ട് ഒരു തംസപ്പ് ഇട്ടേക്ക് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇറർ കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, remote.h എന്ന് പറയുന്ന ആ ഒരു ഹെഡർ ഫയൽ അല്ലെങ്കിൽ ആ ഒരു ലൈബ്രറി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമുക്ക് അത് റൈറ്റ് ചെയ്ത ആളുടെ ഗിറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗിറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ലൈബ്രറി മാനേജറിൽ ആ ഒരു പേര് അടിച്ചു കൊടുത്താൽ കിട്ടും. ഓക്കെ, അപ്പൊ പക്ഷെ ഞാനിപ്പോ ആ ഒരു മെത്തേഡ് ലൈബ്രറി മാനേജർ പേരടിച്ചു കൊടുത്ത് കിട്ടുന്ന ആ ഒരു മെത്തേഡ് കാണിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താ നമുക്ക് എല്ലാ ലൈബ്രറീസും, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു വലിയൊരു പ്രൊജക്ടിന് യൂസ് ചെയ്യുന്ന എല്ലാ ലൈബ്രറീസും ഈ ഒരു ലൈബ്രറി മാനേജർ ത്രൂ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ അത് സെപ്പറേറ്റ് തേർഡ് പാർട്ടി സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ആരുടെങ്കിലും ഗിറ്റിൽ പോയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു ലൈബ്രറി മാനേജർ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാത്തത്. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ പറയുന്ന സ്റ്റെപ്പാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്.
ഈ ഒരു ട്യൂട്ടോറിയൽ ഇതാ ഈ കോഡ് എന്ന് പറയുന്ന സെക്ഷനില് ഇൻസ്റ്റാളിംഗ് ദി IR റിമോട്ട് ലൈബ്രറി എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയാ ഡൗൺലോഡ് ആവും. അത് അത്രയും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു തംസ് അപ്പ് ഇടുക. ഡൗൺലോഡ് ചെയ്ത എല്ലാവരും. ഓക്കെ, 3 പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടെ റെസ്പോണ്ട് ചെയ്യേ. ഓക്കെ, 3 പേര് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ ആ ഒരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്കെച്ചിൽ പോവുക, ഇൻക്ലൂഡ് ലൈബ്രറിയിൽ പോവുക. അതിനകത്ത് ആഡ് സിപ്പ് ഡോട്ട് സിപ്പ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. ഓക്കെ, സ്കെച്ചിൽ പോവുക, ഇൻക്ലൂഡ് ലൈബ്രറിയിൽ പോവുക, ആഡ് സിപ്പ് ലൈബ്രറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ പോവുക. അവിടെ ചെന്നിട്ട് ആ ഒരു സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ ഒരു സിപ്പ് ഫയൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ട്യൂട്ടോറിയലിൽ ഒരു സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ചെയ്യാം. ഉം, അത് എന്ത് സ്റ്റെപ്പാണ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ റീനെയിം യുവർ ഫോൾഡർ ഫ്രം IR മാസ്റ്റർ ടു IR റിമോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഗിറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ഫോൾഡറിന്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ IR റിമോട്ട് മാസ്റ്റർ എന്നായിരിക്കും. അതിനെ IR റിമോട്ട് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ തന്നെ റീനെയിം ചെയ്യാം. അങ്ങനെ റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അൺസിപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, IR റിമോട്ട് ഒന്ന് റീനെയിം ചെയ്യുക. IR റിമോട്ട് ഒന്ന് റീനെയിം ചെയ്തു. ഞാൻ എന്നിട്ട് അതിനെ കംപ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനെ റീനെയിം ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ സ്കെച്ചിൽ പോവുക, ഇൻക്ലൂഡ് ലൈബ്രറിയിൽ പോവുക, ആഡ് സിപ്പ് ലൈബ്രറി പോവുക. ഓക്കെ, എന്നിട്ട് എൻ്റെ ആ ഒരു ഞാനിപ്പോൾ റീനെയിം ചെയ്ത ഫയൽ എടുക്കുന്ന ലൊക്കേഷനിൽ പോവുക. ആ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാ ലൈബ്രറി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ, ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. എല്ലാവരും ചെയ്തിട്ട് ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു തംസ് അപ്പ് ഇട്ടേ. റീനെയിം ചെയ്തിട്ട് വേണം ഇടാൻ. ചെയ്തോ എല്ലാവരും?
ഇൻസ്റ്റാൾ ചെയ്തു എല്ലാവരും. ഓക്കെ, ഏബിൾ ചെയ്തു. ഓക്കെ. ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ പ്രശ്നം വന്നോ? എല്ലാവരും റീനെയിം ചെയ്തിട്ട് തന്നെയല്ലേ ചെയ്തത്? ഓക്കെ, അപ്പൊ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ആ കോഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഈ ഒരു ടിക്ക് ഐക്കണിൽ ഞെക്കിയിട്ട് പ്രസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്തേ. കമ്പൈൽ ചെയ്തിട്ട് കമ്പൈൽഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടേ. കമ്പൈൽ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ കമ്പൈൽഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഓക്കെ, ഏബിൾ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏബിൾ അപ്ലോഡ് ചെയ്തോ. കമ്പയർ ചെയ്തവരൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തോ. അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ IR റിസീവർ കണക്ട് ചെയ്തേക്കുന്ന പിൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ പിന്നിന്റെ നമ്പർ ഇവിടെ മാറ്റി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു 11 എന്ന് പറയുന്ന പിന്നിലേക്ക് IR റിസീവർ കണക്ട് ചെയ്യുക. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഓക്കെ, അഭിരാമി കമ്പയർ ചെയ്തു, അപ്ലോഡ് ചെയ്തോളൂ. ആ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? റെസ്പോണ്ട് ചെയ്യേ. കുറച്ചു പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളല്ലോ. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? ഉണ്ടോ അവരിവിടെ തന്നെ? കമ്പൈൽ ചെയ്തിട്ട് കമ്പൈൽഡ് എന്ന് പറഞ്ഞിടുക. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാം. എല്ലാവരും വീട്ടിലുള്ള ഏതെങ്കിലും ഒരു റിമോട്ട് എടുത്ത് അടുത്ത് വെച്ചു. ഞാൻ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് LED കൂടെ ഒന്ന് വയർ ചെയ്യാം കേട്ടോ. LED കൂടെ നിങ്ങൾ വയർ ചെയ്തോ. കമ്പയർ ചെയ്ത് കഴിഞ്ഞവര് LED കൂടെ ഒന്ന് വയർ ചെയ്തോ. നമുക്ക് LED വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. റെസ്പോണ്ട് ചെയ്യാൻ എല്ലാവരും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ വെയിറ്റ് ചെയ്യുക. ടൈം കഴിയാറായി. ടൈം കഴിഞ്ഞു. ഉം. വേറെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഓക്കെ. എന്നാൽ നമുക്ക് അടുത്ത ഇതിനകത്തേക്ക് പോവാം. ആ, എല്ലാവരും അപ്ലോഡ് ചെയ്യുന്നില്ലേ? കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ റിമോട്ട് ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും റിമോട്ട് എടുത്തോ? ഏവിൽ അഭിരാമിയൊക്കെ റിമോട്ട് എടുത്തോ? ഓക്കെ, സമൃദ്ധൊക്കെ റിമോട്ട് എടുത്തോ? എല്ലാവരും റിമോട്ട് എടുത്തോ? ഓക്കെ. ഇനി എല്ലാവരും സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദാ ഈ ഒരു കമാൻഡ് ഒക്കെ എഴുതി വരും. ഓക്കെ, പക്ഷേ നമ്മൾ ഇവിടെ സീരിയൽ മോണിറ്ററിൽ ഒന്നും എഴുതി വരാൻ കമാൻഡ് കൊടുത്തിട്ടില്ല. അതായത് ഇത്രയും വലിയ മെസ്സേജ് എഴുതി വരാൻ നമ്മൾ സീരിയൽ മോണിറ്ററിൽ കമാൻഡ് കൊടുത്തിട്ടില്ല. പിന്നെ അത് എവിടെ നിന്ന് എഴുതി വരുന്നത്? അതൊക്കെ ഈ ലൈബ്രറിക്കകത്തുള്ള ഫംഗ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് കോഡ് ഫസ്റ്റ് ടൈം ഓടുന്ന സമയത്ത്, അതായത് ഈ ഒരു ഫംഗ്ഷനകത്താണ് ഇത്രയും മെസ്സേജ് പ്രിന്റ് ആവണമെന്നുള്ള എഴുതി വെച്ചേക്കുന്നത്. അതെനിക്ക് എന്തുകൊണ്ടാണ് മനസ്സിലായെന്നറിയാവോ? കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നില്ല, ഒരൊറ്റ പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ. ആ, ഇനി എല്ലാവരും റിമോട്ട് എടുത്തിട്ട് ആ ഒരു IR റിസീവറിന്റെ നേരെ വെച്ചിട്ട് ഒരു ബട്ടൺ ഞെക്കിക്ക്. എന്തേലും കാണിച്ചോ ബട്ടൺ ഞെക്കുന്ന സമയത്ത്? ഒന്നും വന്നില്ല. ഓക്കെ.
ഒന്ന് വേണമെന്ന് വെച്ചാൽ ലൈക്ക് സീരിയൽ മോണിറ്ററിൽ ഇതൊന്നും എഴുതി കാണിച്ചില്ല. താങ്ക്സ് മാത്രമേ കാണിച്ചുള്ളൂ. ഓക്കെ, നോക്കട്ടെ. എനിക്ക് ഇവിടെ താങ്ക്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നോക്കട്ടെ. ഉം, okay. ഉം, നമുക്ക് ആ ട്യൂട്ടോറിയൽ നോക്കാം. നമ്മൾ റെഫർ ചെയ്ത ട്യൂട്ടോറിയൽ നോക്കാം. ആ ട്യൂട്ടോറിയലിന്റെ ലിങ്കും കൂടെ ഞാൻ ഇട്ടുതരാം. ഓക്കെ, നിങ്ങളും ആ ഒരു ട്യൂട്ടോറിയൽ റെഫർ ചെയ്തോളൂ. ആ ട്യൂട്ടോറിയൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഉം. ഓക്കെ, എനിക്ക് ഞാൻ എൻ്റെ ലൈബ്രറിയുടെ വേർഷൻ മാറ്റി ഡൗൺലോഡ് ചെയ്തപ്പോൾ എന്തൊക്കെയോ റിസൾട്ട് വരുന്നുണ്ട്. കണ്ടോ? എൻ്റെ മോണിറ്ററിൽ കണ്ടോ എന്തോ റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ലേറ്റസ്റ്റ് വെർഷനിൽ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അത് ആ ലൈബ്രറി ഇഷ്യൂ ആവാനാണ് ചാൻസ്. അപ്പൊ നമുക്ക് ആ ഒരു ട്യൂട്ടോറിയൽ നോക്കാം. പുള്ളി ഏത് വെർഷനാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കാം. വെർഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. പുള്ളിൻ്റെ അകത്ത് വേർഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാണ്. ഓക്കെ, വേർഷൻ 0.1 ആണ്, 2009 എന്നുള്ളത് കോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2009. അത് 2009 എവിടെ നിന്ന് പിടിക്കും നോക്കിട്ട്.
നോക്കാം, നമുക്ക് ലോവർ ഗ്രേഡ് ലൈബ്രറി, അതായത് ലോവർ വേർഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 0.1 എന്നല്ല പറഞ്ഞു, ഇപ്പോൾ 2.0.1 നോക്കാം. ഇൻസ്റ്റാൾ ചെയ്താൽ നോക്കാം. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് നോക്കാം. അപ്ലോഡ് ആയി. ഓക്കെ, കണ്ടോ ഞാൻ വേർഷൻ മാറ്റി ഡൗൺലോഡ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയി. കണ്ടോ ഇവിടെ ഔട്ട്പുട്ട് വന്നാണ്ടോ എല്ലാവരും? എനിക്ക് ഔട്ട്പുട്ട് വന്നാണ്ടോ? ഞാനിപ്പോൾ ഒരു കീ ഞെക്കി, വേറൊരു കീ ഞെക്കി, വേറൊരു കീ ഞെക്കി, വേറൊരു കീ ഞെക്കി, കണ്ടോ ഔട്ട്പുട്ട് വരുന്നതുണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർഡിനോയുടെ ഫയൽ മാനേജറിൽ ചെന്ന് നമ്മുടെ ഈ IR റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യാം. ഓക്കെ, ഫയൽ മാനേജർ ചെന്ന് IR റിമോട്ട് എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമ്മൾ വേർഷൻ ഏറ്റവും താഴെ താഴെ പോയിട്ട് 2.0.1 എന്ന് പറയുന്ന വേർഷൻ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ലേറ്റസ്റ്റ് ഐഡിയയിൽ ഇങ്ങനെയാ ചെയ്യണ്ടേ. പണ്ടത്തെ ഐഡിയ ഉള്ളവർ സ്കെച്ചിൽ പോവുക, ഇൻക്ലൂഡ് ലൈബ്രറിയിൽ പോവുക, മാനേജ് ലൈബ്രറിയിൽ പോവുക. ഓക്കെ, സ്കെച്ചിൽ പോവുക, ഇൻക്ലൂഡ് ലൈബ്രറിയിൽ പോവുക, മാനേജ് ലൈബ്രറിയിൽ പോവുക. ഓക്കെ, മാനേജ് ലൈബ്രറിയിൽ പോവുക. മാനേജ് ലൈബ്രറിയിൽ പോകുമ്പോൾ അത് ഓപ്പൺ ആയി വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, എനിക്ക് ഇവിടെയാണ് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, പണ്ടത്തെ ഐഡിയ ഉള്ളവർക്ക് അതൊരു വിൻഡോ ആയിട്ട് തന്നെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ ആ ഒരു വിൻഡോയിൽ ഈ IR റിമോട്ടിന് സെർച്ച് ചെയ്തിട്ട് വേർഷൻ 2.0.1 സെലക്ട് ചെയ്യുക. അതിലെനിക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുന്നുണ്ട്. എല്ലാവരും ഇത് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് നോക്കൂ. ഓക്കെ, ഫെബിക്ക് ഔട്ട്പുട്ട് കിട്ടി. ഫെബിക്ക് എന്ത് കിട്ടിയപ്പോഴാണ് ഔട്ട്പുട്ട് കിട്ടിയേ? ഐ ഗോട്ട് ഔട്ട്പുട്ട് ഓർ ഹെക്സാഡെസിമൽ കോഡ്. ഓക്കെ, ഹെക്സാഡെസിമൽ കോഡ് ഡിഫറെന്റ് ബട്ടൺ ഞെക്കുന്ന സമയത്ത് ഡിഫറെന്റ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ വിവേകിന്? ഫെബിക്ക് എങ്ങനെ കിട്ടിയ ഔട്ട്പുട്ട്? യെസ്, എല്ലാവർക്കും ഡിഫറെന്റ് ഔട്ട്പുട്ട് കിട്ടി. ഡൗൺഗ്രേഡ് ചെയ്തപ്പോഴാണോ കിട്ടിയത്? ഓക്കെ ഓക്കെ, ലൈബ്രറി ഡൗൺഗ്രേഡ് ചെയ്തപ്പോഴല്ലേ കിട്ടിയത് എല്ലാവർക്കും? അല്ലാതെ പുതിയ ലേറ്റസ്റ്റിന് കിട്ടിയോ? ഓക്കെ, 4.4.0 കിട്ടിയത്. ഓക്കെ, എനിക്കിവിടെ ലൈബ്രറി ഡൗൺഗ്രേഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ആ ലൈബ്രറിയുടെ ഇഷ്യൂ വരുന്നുണ്ടോ? ഓക്കെ, ഞാൻ എന്നാലും ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. വിവേകിന് കിട്ടിയെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ. ഇപ്പൊ എനിക്കും കിട്ടുന്നുണ്ട് ലേറ്റസ്റ്റിൽ. ഓക്കെ, അത് ആ ഒരു ലൈബ്രറിയുടെ ഇഷ്യൂ ആയിരിക്കാം മേ ബി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള വേർഷൻ പഴയത് തന്നെയാണ്, 2.0 ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിന് എന്തോ സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. കുറച്ച് പഴയതായിട്ടുള്ള വേർഷൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഔട്ട്പുട്ട് കിട്ടിയ എല്ലാവരും ആ ഔട്ട്പുട്ട് കിട്ടിയത് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഓരോ കോഡ് കിട്ടിയില്ലേ എല്ലാവർക്കും? അപ്പൊ ഞാൻ ഓക്കെ, ഇനി ഒരു ടാസ്ക് തരാം എല്ലാവർക്കും. ഓക്കെ, ഇപ്പോ ഞാൻ ആ ടാസ്ക് എക്സാമ്പിൾ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. അതായത് ഞാൻ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ എനിക്ക് FF15EA എന്ന് പറയുന്ന ഒരു കോഡാണ്. വേറെ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ വേറെ ഒരു കോഡാണ്. വേറെ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ വേറൊരു കോഡാ. വേറെ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ വേറൊരു കോഡാ. ഓക്കെ, ഇപ്പൊ ഞാൻ 4 ബട്ടൺ ഞെക്കിയപ്പോ എനിക്ക് 4 കോഡ് കിട്ടി. ഓക്കെ, അപ്പൊ എന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ടിവിയുടെ റിമോട്ട് ആണെങ്കിൽ 1 2 3 ഉണ്ടാവും, ഒരു പവർ ബട്ടൺ ഉണ്ടാവും, എല്ലാ റിമോട്ടിനും ഉണ്ടാവും ഇത്. അപ്പോ 1 ഞെക്കുമ്പോ ഒരു LED, 2 ഞെക്കുമ്പോ 2 LED, 3 ഞെക്കുമ്പോ 3 LED. പവർ ബട്ടൺ ഞെക്കുമ്പോ ഫുൾ ഓഫ് ആവണം.
ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ അസൈൻമെന്റ്. ഓക്കെ, നാളെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ക്ലാസ്സിലുള്ള എല്ലാവരും അത് ചെയ്തിടുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് ഇതിനകത്ത് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. ഓക്കെ, ഞാൻ പറഞ്ഞ ലൈക്ക് എനിക്ക് തോന്നിയ ഒരു ടാസ്ക്, 1 ഞെക്കുമ്പോൾ 1 LED കത്തണം, 2 ഞെക്കുമ്പോൾ 2 LED കത്തണം, 3 ഞെക്കുമ്പോൾ 3 LED കത്തണം. പവർ ബട്ടൺ ഞെക്കുമ്പോൾ എല്ലാം ഓഫ് ആവണം. ഓക്കെ, ചുമ്മാ ഒരു പവർ ബട്ടൺ ഞെക്കുമ്പോൾ ലൈക്ക് ആദ്യം ഇപ്പോ പവർ ബട്ടണാണ് ഞെക്കുന്നുണ്ടെങ്കിൽ ഒരു റിസൾട്ടും കാണിക്കണ്ട. മനസ്സിലായോ? ഇപ്പൊ ഒരു LED കത്തി നിന്നിട്ട് പവർ ബട്ടൺ ഞെക്കുമ്പോഴും ഓഫ് ആവണം. മനസ്സിലായോ? എല്ലാവർക്കും ടാസ്ക് മനസ്സിലായോ? എല്ലാവർക്കും ആരെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കേ, ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇന്നത്തെ ടാസ്ക് ഇതാണ്. ഓക്കെ, വിവേകിന് മനസ്സിലായി. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിനെ ഹെക്സിൽ നിന്നും ഗ്രൂപ്പിലിടാം. ഹെക്സിൽ നിന്നും ബൈനറിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഭിന്നെന്ന് ആഡ് ചെയ്തിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നോക്കട്ടെ, ഭിന്നെന്ന് ആഡ് ചെയ്തു, അപ്ലോഡായി. ഓക്കെ, ഞാൻ ലേറ്റസ്റ്റ് ലൈബ്രറിയാണ് ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഡൗൺഗ്രേഡ് ചെയ്യാം. ഓക്കെ, ലേറ്റസ്റ്റ് ലൈബ്രറിക്ക് എന്തോ ഇഷ്യൂ ഉണ്ട്. ഞാൻ 2.0.1 യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ബൈനറി ഫോർമാറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി തോന്നുന്നത്. ഓക്കെ, കണ്ടോ? നോർമൽ ടി വി റിമോട്ടിൽ IR എക്സ്റ്റേണൽ ആയി കാണാൻ ഇല്ല. സാധാ റിമോട്ട് അല്ലേ, സ്മാർട്ട് ടിവിയിലും IR തന്നെയാണ്. ഈ- ഈ ഒരു എന്താ പറയാ, ഈ ഒരു സെൻസറിൽ ഇപ്പൊ യൂസ് ചെയ്തേക്കുന്ന റിമോട്ട് ലൈക്ക് ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ അത് IR റിമോട്ട് തന്നെ ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മൊബൈലിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ലൈക്ക് കാണിച്ചാൽ മതി. ഇങ്ങനെ അപ്പൊ ലൈറ്റ് കത്തും. കണ്ടോ? ലൈറ്റ് കത്തുന്നുണ്ടോ? അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ഏതല്ലോ IR റിമോട്ട് തന്നെ ആയിരിക്കും എന്താണെങ്കിലും, വാല്യൂ കാണിക്കുന്നുണ്ടാവുമല്ലോ. കണ്ടോ? സോ അങ്ങനെ നോക്കിയാൽ മതി. IR റിമോട്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. ഇങ്ങനെ നമ്മുടെ ഫോണിൽ തട്ടിയിട്ട് ലൈക്ക് ഫോണിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി, അത് IR ആണോ അല്ലയോ എന്നുള്ളത് അറിയാം. ഓക്കെ, ടാസ്ക് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. വാല്യൂ കാണിക്കുന്നില്ല. മൊബൈലിൽ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ ടിവിയുടെ കാറ്റലോഗിൽ നോക്കുക അത് IR റിമോട്ട് തന്നെ ആണോ എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ ഫാനിന്റെ റിമോട്ടാണ്, BLDC ഫാനിന്റെ റിമോട്ടാണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു റിമോട്ടിന്റെ AC റിമോട്ട് ആണെന്നുണ്ടെങ്കിൽ AC-ൽ 3 ബട്ടൺസിൽ കൂടുതൽ ഉണ്ടാവുമല്ലോ. അത് ഏതെങ്കിലും 3 ബട്ടൺസിൽ കൊടുത്താൽ മതി. മനസ്സിലായോ? 1 2 3 തന്നെ വേണമെന്നില്ല. ഓക്കെ, അപ്പൊ ശരി, എല്ലാരും ലീവ് ചെയ്തു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ.